ഇമ്മന്റെ ദൈവവിളിയുടെ തുടക്കം എന്ന് പറയുന്നത് അമ്മയാണ്. ഒരു ഡിസിഷൻ ഉറപ്പിക്കാനുള്ള ഒരു ഘടകം അപ്പോൾ കൺഫേം അല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു യാത്ര പോലെ പോയേക്കിനെയാണ്. ലൈഫ് എവിടെ എത്തിപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു ലൈഫിൽ ഒരു ഏകദേശം ഒരു ക്ലിയർ കട്ടായിട്ട് ഡിസിഷനിലെത്തി ഈ ജീവിതമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ജീവിതയാത്ര തുടങ്ങിയപ്പോഴും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്രത്തോളം ഞാൻ ആത്മാർത്ഥത്തോട് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എൻ്റെ ചേട്ടനെ മേൽപ്പറഞ്ഞ റക്ടർ അച്ഛൻ കണ്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യം, നീയല്ല അച്ഛനാകേണ്ടിരുന്നത്, നിന്റെ ചേട്ടനായിരുന്നു അച്ഛനാകേണ്ടിരുന്നത്. അവരോടൊക്കെ സംസാരിക്കും കർത്താവ് ഞാൻ ആരാണെന്ന ബോധ്യത്തോടെ വെള്ളക്കുപ്പായി നോക്കി സംസാരിക്കാൻ സാധിക്കണം എന്നൊരു പ്രാർത്ഥന എപ്പോഴും ലൈഫിലുണ്ടായിരുന്നു. ദൈവത്തിന് എല്ലാത്തിൻ്റെ പദ്ധതിയുണ്ട്. ബൈബിളിൽ പറയുന്ന പോലെ നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഞാൻ ഫാദർ ഫെബിൻ ജോസഫ് കിഴവന. എൻ്റെ വീട് വെണ്ണലയാണ്. ഞാൻ അഭയമാതാ പള്ളി ഇടവകാംഗമാണ്. വീട്ടിൽ എന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. അപ്പച്ചൻ്റെ പേര് ബാബു ജോർജ്, അമ്മച്ചിയുടെ പേര് ത്രേസ്യമ്മ. എൻ്റെ സഹോദരന്മാർ, ഒരു ചേട്ടൻ്റെ അനിയനാണ്. ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. ചേട്ടൻ്റെ പേര് ഫിജോ, അനിയൻ്റെ പേര് ഫെസ്റ്റിൻ. രണ്ടുപേരും മാരീഡാണ്, രണ്ടുപേരും എബ്രോഡ് സെറ്റിൽഡ് ആണ്. ഞാനിപ്പോൾ അച്ഛനായിട്ട് ഏകദേശം 3 വർഷം കഴിയുന്നു അച്ഛനായിട്ട്. അപ്പം എന്നെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ദൈവവിളിയെക്കുറിച്ച്. ആദ്യമായിട്ട് ദൈവവിളി എന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പള്ളിയാണ്. കൊച്ചു പള്ളിയാണ്, വെണ്ണല അഭയമാതാവ് എന്ന് അറിയപ്പെടുന്ന ദേവാലയം, കൊച്ചു ഇടവകാംഗങ്ങൾ, ചെറിയ പള്ളി. അപ്പം ഈ ഒരു പള്ളിയിൽ ചെറുപ്പകാലത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3 ആൺകുട്ടികളാണ്, ഞാൻ, ചേട്ടൻ, അനിയൻ. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല, നല്ല മടിയാണ് ചെറുപ്പകാലം മുതൽ. പക്ഷെ അമ്മയുടെ ഒറ്റ ഫോഴ്സ് കൊണ്ടാണ് ഉറങ്ങാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എപ്പോഴും. കൊച്ചുങ്ങളായതുകൊണ്ട് ഉറങ്ങുക, കുറച്ചധികം ഉറങ്ങുക എന്നുള്ള ചിന്തയാണ്. പക്ഷെ അത് അമ്മ ഫോഴ്സ് ചെയ്ത് വിടും, ഞങ്ങളുടെ 3 ആൺകുട്ടികളെ വിടും. ഉന്തിത്തള്ളിയാണ് വിടുന്നത്, മടിയോടെ. ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല പള്ളിയിൽ പോകാൻ വേണ്ടി. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ചേട്ടനെ കുറിച്ചാണ്. കാരണം എന്നേക്കാൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചേട്ടൻ. ഇപ്പോഴും എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, ചേട്ടനായിരുന്നു കുറച്ചുകൂടി സ്പിരിച്വൽ, ഞാനായിരുന്നില്ല സ്പിരിച്വൽ. പിന്നെ പള്ളിയിൽ പോയി കുർബാന കൂടുമ്പോഴും ആദ്യം യന്ത്രം പോലെ കുർബാന കൂടുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ കുർബാന കൂടുമ്പോഴും അമ്മ പറയാറുണ്ട് കുർബാന സമയത്ത് വൈദികന് ഈശോയായിട്ട് മാറുമെന്ന്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളിൽ ആ ഒരു ബുദ്ധി വെച്ച് അച്ഛനെ നോക്കും. അച്ഛന് താടി വരുന്നുണ്ടോ, മുടി വരുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷെ അച്ഛനിതൊന്നും വരുന്നില്ല. പിന്നീട് കുറച്ചും കൂടി പോയപ്പോൾ കുറച്ചും കൂടി കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് പറയാനായിട്ട് സാധിക്കും, എൻ്റെ ദൈവവിളിയുടെ തുടക്കം എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ അന്ന് ഉന്തിത്തള്ളി വിട്ടത് കൊണ്ടാണ് പള്ളിയിലേക്ക് പോയതും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുർബാന കൂടിയപ്പോഴും ഇങ്ങനെ ആ ഒരു തുടക്കം കുറിച്ചത്. അതിന് ശേഷം പിന്നീട് മറ്റൊരു ഘടകം വൈദികരാണ്. അന്ന് അറിയില്ല വൈദികൻ എങ്ങനെയാണ് പെരുമാറുന്നത്, വൈദികരുടെ ജീവിതം ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ ചെന്ന് കാണുന്ന അവരുടെ ഇടപെടലുകൾ, ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ, അവർ കുറച്ച് കരുണ കാണിക്കൽ, വാത്സല്യങ്ങൾ, അത് കുറച്ച് അട്രാക്റ്റഡ് ആയി വൈദികരോട്. അന്നും ഉറപ്പില്ല അച്ഛനാകുമെന്ന്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു കൺഫേം ഇല്ല. ഇപ്പോൾ സ്കൂളിൽ ചില സമയത്ത് ടീച്ചേഴ്സ് ചോദിക്കും, ഒരു സ്ഥിര ക്ലീഷേ ചോദ്യം പോലെ ടീച്ചേഴ്സ് ചോദിക്കാറുണ്ട് ആരാകണമെന്ന്. ആ സമയത്ത് എല്ലാവരും പല പല പേരുകൾ പറയുമ്പോൾ ഞാനും ചില വൈദികർ പറയുന്ന പോലെ ഞാൻ കൈപൊക്കി പറയാറുണ്ട് എനിക്കൊരു അച്ഛനാകണമെന്ന്. പക്ഷെ അന്നും കേൾക്കുന്നവരൊന്നും അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം എൻ്റെ സ്വഭാവശൈലി അങ്ങനെ ആയിരുന്നില്ല ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ വൈദികനാകുമെന്ന് അറിയില്ലായിരുന്നു കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ. അതിനുശേഷം പിന്നീട് കുറച്ചും കൂടി ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു ജീവൻ തിരഞ്ഞെടുക്കാം എന്നൊരു കാര്യത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം, വൈദികരെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. പള്ളിയിൽ ഉണ്ടായിരുന്ന വൈദികരുടെ ജീവിതങ്ങൾ, കാര്യങ്ങൾ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആയത്. അതിന് ശേഷം അപ്പോഴും ഡൗട്ടാണ്, കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. 10ാം ക്ലാസ് കഴിയുമ്പോൾ പ്രവേശിക്കുകയാണ്, സെമിനാറിലേക്ക് കയറണം. ഒരു ബോധവും ബോധ്യവും ഇല്ലാതാണ് സെമിനാറിലേക്ക് കയറുന്നത്. എന്താണെന്ന് അറിയില്ല, ലൈഫിനെ കുറിച്ച് അറിയില്ല. ആകെ മനസ്സിലുള്ള കുറച്ച് ഘടകങ്ങൾ പള്ളിയിലെ വൈദികരാണ്. എനിക്ക് ആ സമയത്ത് മറ്റുള്ള വൈദികരുടെ കണക്ഷൻ ഇല്ല. ആകെ കണ്ടേക്കുന്ന വൈദികൻ എൻ്റെ സ്വന്തം പള്ളിയിലെ 1, 2, 3 വൈദികരെ കണ്ടിട്ടുള്ളത്. പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥന ചെല്ലും അമ്മ. അമ്മയുടെ ഒരു ഘടകവും പ്രാർത്ഥിക്കുമ്പോഴും അമ്മ ഒറ്റ ദിവസം മുടക്കാത്ത ദിവസങ്ങളില്ല. ഇപ്പം ഞങ്ങൾ എല്ലാ കുടുംബമായിട്ട് പ്രാർത്ഥന ചെല്ലാറുള്ളത്. ആ സമയത്ത് ഇപ്പോൾ വൈകിയാൽ എത്ര ലേറ്റ് ആയാലും അമ്മ പറയാറുള്ള ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം തരുള്ളൂ.
അപ്പം അതുകൊണ്ട് തന്നെ ഒരു അതെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലാൻ പാടുള്ളൂ പറയും. അപ്പം എത്ര വൈകിയാലും ഒരുമിച്ച് വന്ന് കുടുംബമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരുമിച്ച് ഒരു മേശയിലിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അമ്മയുടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ആ ഒരു ദൈവവിളിക്കുള്ള കഴമ്പ് കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ആ സമയത്ത് അറിയില്ല. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു ഘടകമായി മാറിയിട്ടുണ്ടാകും. വീട്ടിലെ പ്രാർത്ഥനകൾ, അതുപോലെ അമ്മച്ചിയുടെ ഉന്തി പള്ളിയിലേക്ക് വിടുന്നത്. അപ്പോൾ റിപ്പീറ്റേഷൻ പോലെ വീണ്ടും പറയുന്നത് ദൈവവിളിയുടെ ആദ്യ തുടക്കം കുറിച്ച ഒരു വ്യക്തി എന്ന് പറയുന്ന അമ്മയാണ്. പിന്നെ അപ്പച്ചനും ശരിക്കും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ കണ്ടേക്കുന്ന ഒരു കാഴ്ച, ചെറുപ്പകാലത്ത് അമ്മയും അപ്പനും പറയാറുണ്ട് ഉറങ്ങാൻ നേരത്തും എഴുന്നേക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കണം അല്ലെങ്കിൽ കിടക്കണമെന്ന്. അപ്പൻ ചെയ്യാറുള്ള കാര്യം ഞാൻ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരെ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നു, കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരുന്ന് കുരിശ് വരച്ച് ഒരു ചെറിയ പ്രാർത്ഥന പോലെ കണ്ട്. അപ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അന്ന് ആ ചെറിയൊരു കാര്യം പോലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അപ്പനും മാതൃകയായിട്ടുണ്ട് ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ. പിന്നെ അതിനുശേഷം ഒരു ക്ലിയർ കട്ട് തീരുമാനം എടുക്കുകയാണ്. അറിയില്ല എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്നാലും സെമിനാറിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്ത് പിന്നെ സെമിനാറിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ സെമിനാരി കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി പുറകോട്ട് പോകുമ്പോൾ സെമിനാരി കാലഘട്ടം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പിക്കാതെ പോയൊരു പോക്കായിരുന്നു. അതായത് ഇതിനു മുമ്പ് സെമിനാരി എന്താണെന്ന് അറിയില്ല, സെമിനാരി ജീവിതം എന്താണെന്ന് അറിയില്ല, അതിന് ശേഷം നടക്കുന്നതെന്ന് അറിയില്ല, ആര് കണ്ടുമുട്ടുമെന്ന് അറിയില്ല, അതിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളും പല പല സാധാരണ ചട്ടക്കൂടായിരുന്നു. സാധാരണ അത്രയും ഉണ്ടായിരുന്ന ലൈഫും പിന്നീട് സെമിനാരി കയറി വന്ന മാറ്റങ്ങളും അവിടെയുള്ള എല്ലാത്തിനും സമയങ്ങളുണ്ട്. മണിനാഥം മുഴങ്ങുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം, മണിയടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, മണിയടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, മണിയടിക്കുമ്പോൾ പഠിക്കണം, മണിയടിക്കുമ്പോൾ കളിക്കണം, അങ്ങനെ എല്ലാ മണിനാഥവും വരുന്നു. വീട്ടിലങ്ങനെ ഒരു ചട്ടക്കൂടോ റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ ലൈഫിലേക്ക് വന്നു. അപ്പോഴും ക്ലിയർ കട്ടായിട്ടൊരു ബോധവും ഇതിനെക്കുറിച്ചൊന്നും ഇല്ല. എന്ത് ചെയ്യണം, ഇത് ആരായി തീരും, ഇപ്പോഴും ഇത് തന്നെ എൻ്റെ ലൈഫ് എന്ന് അറിയില്ല. പിന്നെ എൻ്റെ ഒരു വൈദിക ജീവിതത്തിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു വൈദികൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആദ്യം കിട്ടിയൊരു മനുഷ്യൻ ഫാദർ വിൻസെന്റ് വാര്യത്തായിരുന്നു. ഇനീസിയേഷൻ ഫസ്റ്റ് ഇയർ ഇനീസിയേഷന് റെക്ടർ അച്ഛനായിട്ട് കിട്ടിയത് വിൻസെന്റ് അച്ഛനായിരുന്നു. അപ്പോൾ ഈ അച്ഛനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ സാധാരണ സെമിനാർ ലൈഫിലേക്ക് ആയിരിക്കുമ്പോൾ എല്ലാ അച്ഛന്മാരും ഈ പ്രവർത്തനം ആയിരിക്കണം. അതായത് വാക്കുകളിൽ കൂടുതൽ സംസാരിക്കാതെ പ്രവൃത്തിയിൽ കാണിക്കാനായിട്ട് സാധിക്കണം. എനിക്ക് അച്ഛനെ കണ്ടൊരു ഘടകം, ഇപ്പോൾ എല്ലാ സെമിനാർ വിദ്യാർത്ഥികൾക്കും പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ രാവിലെ 5:15 എഴുന്നേൽക്കേണ്ടത്. അതിനുശേഷം മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ ചാപ്പലിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. ഏത് സമയത്തും എവിടെ ചെന്നാലും മെഡിറ്റേഷൻ ആണെങ്കിൽ അച്ഛൻ അവിടെ ഫസ്റ്റായിട്ട് തന്നെ അച്ഛൻ അവിടെ ഉണ്ടാവും. ആദ്യം അച്ഛനുണ്ടാവും മോഡലായിട്ട്, അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആ സമയത്ത് കൊന്തച്ഛൻ അച്ഛനുണ്ടാവും, അതുപോലെ തന്നെ കളിക്കാനുള്ള സമയത്ത് അച്ഛനുണ്ടാവും, വർക്കിന് അച്ഛനുണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ പിന്നെ കുർബാന കൂടുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം. ആ സമയത്തൊക്കെ സെമിനാരി കാലഘട്ടത്തിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, അത്രയും നാള് കുർബാന കൂടിയിരുന്നത് വിശ്വാസികളുടെ കൂടെ സാധാരണ രീതിയിലായിരുന്നു. ചില സമയത്തെങ്കിലും അച്ഛൻ ചെയ്യാറുള്ള ഒരു കുർബാന അൾത്താരയിലൂടെ എല്ലാ സെമിനാരി കുട്ടികളെ ചേർത്ത് വെക്കും, കൈവച്ച് അച്ഛൻ പിടിപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അൾത്താരയ്ക്ക് ചുറ്റും ഈ സെമിനാരി കുട്ടികളെ കൂടിയെന്ന് പ്രാർത്ഥിക്കും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ചിന്തിക്കുമ്പോഴും അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അതാണ് ഒരു വൈദികന്റെ മോഡൽ എന്ന് തോന്നിയ ഒരു വൈദികൻ ആദ്യമായിട്ടുള്ള അതായിരുന്നു, ഫാദർ വിൻസെന്റ് വാര്യത്തായിരുന്നു. അതിനു മുമ്പുള്ള വൈദികർ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം, വൈദികരുടെ ഇടപഴകിയിട്ടില്ല, ഇത്ര അറ്റാച്ച് ആയിട്ടൊന്നുമില്ല. ഈ ഇടവകകളിലാണെങ്കിലും നമുക്ക് രാവിലെ കാണുന്ന തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. പക്ഷെ സെമിനാറിൽ നമ്മൾ ഫുൾ ടൈം അച്ഛന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു ഡിസിഷൻ ഉറപ്പിക്കാനുള്ള ഒരു ഘടകം അപ്പോഴും കൺഫേം അല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു യാത്ര പോലെ പോയേക്കാണ്, ലൈഫ് എവിടെ എത്തിപ്പെടുമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ പതുക്കെ ലൈഫ് മാറാൻ തുടങ്ങി, കുറച്ചും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. തെറ്റുകൾ ധാരാളം പറ്റിയിട്ടുണ്ട്, വീണ് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം ട്രൈ ചെയ്ത് പുള്ളോർ ചെയ്ത് ജീവിതം നയിച്ചിട്ടുണ്ട്, ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സെമിനാറിലൊക്കെ ജീവിക്കുമ്പോഴും മാക്സിമം സെമിനാറിൽ നമ്മൾ സാധാരണ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്, അതായത് സ്റ്റഡി വെൽ, ഈറ്റ് വെൽ, പ്രേ വെൽ, പ്ലേ വെൽ, എല്ലാം ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം അതൊക്കെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും പറയാനാണ്, വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും വീണ് പോയപ്പോഴും നടക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
ഈ സെമിനാരി കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കോളേജ് ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് ലൈഫിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ചെറുപ്പം മുതലേക്ക് ഡാൻസ് ഇഷ്ടമുള്ള ഒരു അച്ഛനാണ്. ഡാൻസ് കളിക്കാറുണ്ട്, ഇടവകകളിൽ കളിച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പഠിച്ചിട്ടില്ല, സെൽഫായിട്ട് നോക്കി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ സെമിനാരി കയറിയപ്പോൾ കേട്ടൊരു കാര്യം, നമുക്കിപ്പോൾ എവിടെയായാലും സെമിനാറിയുടെ അകത്ത് കുറച്ച് നമുക്കുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുക, പക്ഷെ പുറത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് സെമിനാരി വിദ്യാർത്ഥികളുടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇന്ന കാറ്റഗറി മാത്രം ചെയ്യാൻ പാടില്ല, ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല, കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊരിക്കലും ഒരു സങ്കടമായിട്ട് മാറിയിട്ടില്ല, കാരണം ഇൻട്രസ്റ്റഡ് ആണ് ഡാൻസ് കളിക്കാൻ വേണ്ടി. പക്ഷേ കോളേജിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ആദ്യം വെള്ളക്കുപ്പായം അല്ലെങ്കിൽ വെള്ള ഡ്രസ്സ് ഇട്ടാണ് പോകാറുള്ളത് സെമിനാരി കുട്ടികൾ. അവിടെ കോളേജിൽ ധാരാളം കുട്ടികൾ നല്ല കളർ ഡ്രസ്സ് ഇട്ട് വരാറുണ്ട്. എപ്പോഴും കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് പള്ളിക്കര എല്ലാ സെമിനാരി വിദ്യാർത്ഥികളും പ്രാർത്ഥിക്കും. അതായത് പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കും, കോളേജിൽ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കും, തിരിച്ചു പോകുമ്പോൾ പ്രാർത്ഥിക്കും, വരുമ്പോൾ. അപ്പോൾ ഒരു വിസിറ്റ് പോലെ കോളേജുകളിൽ പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ കയറുമ്പോൾ സ്വന്തം ഈ തല താഴേക്ക് നോക്കും, എൻ്റെ ഷർട്ടിലേക്ക് നോക്കും, വൈറ്റ് ഡ്രസ്സാണ്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കോളേജിൽ പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ കർത്താവ് ഞാൻ ആരാണ് തിരിച്ചറിയാനായിട്ട്, ഞാൻ സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് തിരിച്ചറിയാനായിട്ട് എന്നെ ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥന എപ്പോഴും എല്ലാ ദിവസവും കോളേജിൽ പോകുമ്പോൾ കണ്ടുന്ന ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ടീച്ചേഴ്സ്, ധാരാളം വ്യക്തികൾ, സ്റ്റാഫുകൾ, അവരോടൊക്കെ സംസാരിക്കും കർത്താവെ ഞാൻ ആരാണെന്ന ബോധ്യത്തോടെ വെള്ളക്കുപ്പായം നോക്കി സംസാരിക്കാൻ സാധിക്കണം എന്നൊരു പ്രാർത്ഥന എപ്പോഴും ലൈഫിലുണ്ടായിരുന്നു. അങ്ങനെ കോളേജ് കാലഘട്ടത്തിലും നമുക്ക് അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, പക്ഷേ എന്തുകൊണ്ട് കർത്താവിനെ ഒരുക്കുന്നത്. പക്ഷെ അതിനൊക്കെ എനിക്കൊരു ആൻസർ ഉണ്ടായിരുന്നു, കാരണം ഇതൊക്കെ ദൈവം ഒരുക്കണ ഒരു ആൻസർ എനിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഫിലോസഫി പഠിക്കാൻ വേണ്ടി പോയത് പൂനെ പേപ്പർ സെമിനാരിയിലാണ്. അതും നല്ലൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ പൂനെ സെമിനാരിയുടെ ഒരു അടിവരിട്ട് പറയാവുന്ന ഒരു ഘടകം പോലെ, ഒരു ആപ്തവാക്യം പോലെ പറയാവുന്ന കാര്യം ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. അതായത് നമുക്ക് ഫ്രീഡം കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അവിടെ നമുക്ക് അതിനുള്ള ഫ്രീഡങ്ങൾ കിട്ടുന്നു, ഭംഗിയായിട്ട് ജീവിക്കുക. അപ്പോൾ അവിടെയും നമുക്ക് പ്രാർത്ഥിച്ച് മാക്സിമം, വീണ്ടും പറയാനാണ് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ലൈഫിൽ, വീണ് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും തിരികെ വരാനായിട്ട് കേട്ടുപഴകിയ ഉപമയിലെ പോലെ, ധൂർത്തപുത്രൻ ഉപമയിലെ പോലെ ചില സമയത്ത് പന്നിക്കൂട്ടിലായിപ്പോയി, എന്നാലും തിരികെ പിതാവായത് ഇത് മടങ്ങി വരാൻ ട്രൈ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മെല്ലെ മെല്ലെ ഒരു ലൈഫ് കൺഫേമായി, ക്ലാരിറ്റി വന്ന് കാര്യങ്ങളൊക്കെ അക്സെപ്റ്റഡ് ആയി. ഇതാണ് എൻ്റെ ലൈഫ് എന്ന് ചൂസ് ചെയ്യാനായിട്ട് അക്സെപ്റ്റഡ് ആയി. പിന്നെ അതിനുശേഷം പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ തിയോളജിക്ക് പഠിക്കാനായിട്ട് പോകുന്നത് മംഗലാപുരം സെയിൻറ്റ് ജോസഫ് ഇൻ്റർഡൈസേഷൻ സെമിനാരിയിലാണ്. അവിടെ ലാസ്റ്റ് 4 വർഷങ്ങൾ പഠിക്കുമ്പോഴും ഒരു ക്ലാരിറ്റി വന്ന്, അപ്പോൾ ക്ലിയർ കട്ടായിട്ട് ലൈഫിനെ കുറിച്ച് ഒരു ഫോക്കസ്ഡ് ആയി, വൈദികനായി ജീവിക്കാനായിട്ട് തീരുമാനമെടുത്ത്. അവിടെയും ധാരാളം അച്ഛന്മാരും, അവിടുത്തെ റെക്ടർ അച്ഛന്മാർ, വൈസ് റെക്ടർ അച്ഛന്മാർ, ബ്രദേഴ്സ്. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ബ്രദേഴ്സ് മാത്രമല്ല, ഇന്ത്യയുടെ നാനാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളുടെ സെമിനാരി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത്, അതേപോലെ തന്നെ അപ്പോൾ ഒരു ലൈഫിൽ ഒരു ഏകദേശം ഒരു ക്ലിയർ കട്ടായിട്ട് ഡിസിഷനിലെത്തി, ഈ ജീവിതമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കടന്നുപോയി. പിന്നീട് ഞാനൊരു വൈദികനായിട്ട് മാറുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 13.5 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഒരു അച്ഛനായിട്ട് പട്ടം സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. അതായത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഡിസംബർ 28 2022 ഒരു വ്യാഴാഴ്ച ദിവസം അഭിമന്യ മെത്രാപ്പോലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് പട്ടം സ്വീകരിക്കുന്നത്. പിന്നെ അതിനുശേഷം അപ്പോയിൻറ്റഡ് ആകുന്നു. ഞാനിപ്പോൾ ഓർക്കുന്ന മറ്റൊരു കാര്യം, അന്ന് ആ ഒരു പട്ടത്തിന് ഉള്ള ആ ഒരു കാർഡ്, നമ്മൾ താങ്ക്സ് ഗിവിങ്ങിലൊരു കാർഡ് കൊടുക്കും, ഇൻവിറ്റേഷൻ ഒരു കാർഡ് കൊടുക്കും. അതിൽ ഞാൻ എടുത്തിരുന്ന വചനഭാഗം യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനഭാഗമാണ്. അതിപ്രകാരം ആണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ചിന്തയിലുള്ളത്. ഭയപ്പെടേണ്ട, നിന്റെ ദൈവമായ കർത്താവായി ഞാൻ നിന്റെ വലത്ത് കൈ മുറുകെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ എപ്പോഴും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ആ ഒരു വചനഭാഗം, അത് പ്രൊട്ടക്ഷനായിട്ട് എപ്പോഴും എല്ലാ സമയത്തും ഈശോ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് ആ വചനഭാഗം ചൂസ് ചെയ്തത്. പക്ഷെ ജീവിതയാത്ര തുടങ്ങിയപ്പോഴും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്രത്തോളം ഞാൻ ആത്മാർത്ഥത്തോട് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം സിൻസിയറായിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ മാർക്ക്,
ഒരു ചോദ്യം പോലെ ഉയർന്നൊരു കാര്യം, ഇനി എന്ത് ചെയ്യും? കാരണം പട്ടത്തിന് മുമ്പ് വരെ ചെറുപ്പകാല 13.5 വർഷം 10ാം ക്ലാസ് ഉള്ളൊരു ചിന്ത അച്ഛനാകണം. അപ്പൊ ആ ഒരു എയിം ടാർഗറ്റ് അച്ഛനാകണമെന്നായിരുന്നു. പക്ഷെ അച്ഛനായി കഴിഞ്ഞ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആയിപ്പോയി. അങ്ങനെ അച്ഛനായി കണ്ടിന്യൂ ചെയ്ത് പിന്നീട് എനിക്ക് ഭയങ്കര നേരത്തെ പറഞ്ഞ സെമിനാർ ലൈഫിൽ ഒരു അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് അച്ഛനായി കഴിഞ്ഞ് എനിക്ക് വികാരിയച്ഛന്മാരെ കിട്ടിയപ്പോൾ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വൈദികൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പാരിഷിൽ നെച്ചേരി പാരിഷ് കുന്നമ്മാവ് സെയിന്റ് ഫിലോമിനസ് ചാവറ ദേവാലയം, അവിടെ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ ലൂയിസ് എന്നറിയപ്പെടുന്ന എൻ്റെ വികാരിയച്ഛൻ, ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഏതൊരു വികാരിയച്ഛന്മാരെ കാണുമ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം, നല്ലത് ഞാൻ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, നല്ല കാര്യങ്ങൾ. അപ്പോൾ ഈ മോൺസിഞ്ഞോറിന്റെ കാര്യത്തിൽ കണ്ടൊരു കാഴ്ച, രാവിലെയും വൈകിട്ടും സദാസമയം എത്ര തിരക്കുകളുണ്ടെങ്കിലും ആരാധന ചാപ്പലിലും അല്ലെങ്കിൽ ദിവ്യകാരണത്തിന് മുൻപിൽ 1 hour രാവിലെയും വൈകിട്ടും സ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്ര സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മോൺസിനോർ പറയാറുണ്ട്, ഞാൻ ഇത്രയും കുറച്ച് പ്രായമായപ്പോഴാണ് കുറച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയത്. മോൻ ഈ സമയത്തിന് പ്രാർത്ഥിച്ച് തുടങ്ങണം. ഞങ്ങൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത് ഈശോനെ, പക്ഷെ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്നോട് ഭയങ്കരമായിട്ട് ഒരു കർക്കശമായിട്ട് പറയാറുണ്ട്, മോൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അതും നല്ല രീതിയിൽ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം പൂർണ്ണതയിൽ എത്തുന്ന എനിക്ക് അറിയാറില്ല, മാക്സിമം ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ സമയവും പഴയ വികാരി വെച്ചിട്ട് അണക്കരയിൽ ധ്യാനത്തിന് ഞാൻ പോകുമായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ചും കൂടിയൊക്കെ പ്രാർത്ഥനയിൽ വളരാൻ വേണ്ടി തുടങ്ങി. എപ്പോഴും ഒരു എയിം കാര്യമായിട്ട് എനിക്കൊരു എയിം ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എപ്പോഴും ഒരു മീറ്റിംഗിൽ ഇരുന്നപ്പോൾ ഒരു അച്ഛൻ ചോദിച്ചൊരു ചോദ്യം, എന്താണ് അച്ഛൻ, ഞാൻ പട്ടം കിട്ടിക്കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അച്ഛൻ ചോദിക്കുന്നത്, എന്താണ് അച്ഛൻ്റെ എയിം? അപ്പൊ ഞാൻ പറഞ്ഞൊരു ഉത്തരം, എല്ലാവർക്കും എല്ലാമായിട്ട് മാറണം. ഒരു ക്ലീഷേ ആൻസർ ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ഒരു ഉത്തരം ഒരു ക്ലിയർ കട്ട് ആൻസർ അല്ല, ഒരു ക്ലിയർ ആയിട്ട് അച്ഛൻ്റെ വിഷൻ വേണം. ഒരു 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 ഗ്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ അച്ഛനൊരു ഇന്ന നിയോഗം സമർപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ചിന്തിച്ച് ഞാൻ ആ സമയത്ത് ഒരു പറയാവുന്ന രീതിയിൽ ചുമ്മാ ഒരു ഉത്തരം പോലെ പറഞ്ഞൊരു കാര്യം, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അന്നൊരു ധാരണയില്ലാതെ പറഞ്ഞൊരു കാര്യമാണ്, പറയാൻ വേണ്ടി പറഞ്ഞൊരു ഉത്തരവായിരുന്നു. പക്ഷെ 1-2 വർഷം കഴിഞ്ഞിപ്പോൾ ഞാൻ ആ പാരിഷ് മാറി. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് സെയിന്റ് ആൻസ് പള്ളി തോട്ടക്കാട്ടുകര ദേവാലയമാണ് ആലുവയിലുള്ള. ഇവിടെ ആയിരിക്കുമ്പോഴും ഞാൻ കഴിഞ്ഞ പാരിഷിലെ കൂനമ്മാവിലായിരുന്നു പ്രവർത്തിച്ചത്. വയസ്സായ അമ്മച്ചിമാരെ ലീജിയൻ ഓഫ് മേരി കൂട്ടായ്മയുണ്ട്. വയസ്സായ അമ്മച്ചിമാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടായ്മയായിരുന്നു. അവിടെ അമ്മച്ചിമാരായിട്ടാണ് ഞാൻ കൂട്ടം അവിടെ. പക്ഷെ ഈ ഒരു പള്ളിയിൽ വന്നപ്പോൾ എൻ്റെ വിഷൻ മാറി. യുവജനങ്ങളുടെ ഞാൻ ഇവിടെ പ്രവർത്തിക്കാറുള്ളത്. വളരെ നല്ല യുവജനങ്ങളുള്ള പള്ളിയാണ്. 120ഓളം യുവജനങ്ങൾ ആക്റ്റീവായിട്ടുള്ള പള്ളിയാണ്. നല്ലൊരു വികാരിയച്ഛൻ, അച്ഛനായി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ അച്ഛനും കുറച്ച് നമുക്ക് മാതൃക എന്ന അച്ഛനാണ്. ശരിക്കും പറഞ്ഞാൽ തോമസ് പുളിക്കൽ എന്നാണ് വികാരിയച്ഛൻ്റെ പേര്. അച്ഛനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് യുവജനങ്ങൾക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈദികനാണ്. പിന്നെ എന്തുകൊണ്ട് യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ചില സമയത്ത് ഇവിടെ ഇടവകയിലുള്ള ജനങ്ങൾ ഒരു പരിഭവം പോലെ പറയാറുണ്ട് എന്നോട്. ചില സമയത്ത് യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, വയോധികരെ വയസ്സായവരെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ തമാശ തിരിച്ചും പറയാറുണ്ട്, ഞാൻ എല്ലാവരും ഒരുപോലെ കാണാറുള്ള, പക്ഷെ എന്തുകൊണ്ട് യുവജനങ്ങൾക്ക് എക്സ്ട്രാ ഒരു കെയർ കൊടുക്കുന്നു? എൻ്റെ ഒരു ചിന്തയിൽ ഇപ്പോഴത്തെ സമയത്ത് ഈ വിശ്വാസം തകർന്നു പോകണാണ്. കൊച്ചുങ്ങൾ പള്ളിയിലേക്ക് വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഒരു കാറ്റഗിസത്തിന്റെ +2 ക്ലാസ് കഴിഞ്ഞ കൊച്ചുങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് മറഞ്ഞു പോകണാണ്. കുർബാനക്ക് പോലും കുട്ടികൾ വരാറില്ല. അപ്പൊ അവർ ചേർത്ത് വെക്കണം കൊച്ചുങ്ങളെ. ഇവിടെ KCYM എന്ന് പറഞ്ഞ യുവജന സംഘടന വളരെ ആക്റ്റീവാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാരന്റ്സ് അതിലേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, യുവജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഡാൻസും പാട്ടും ബാക്കിയുള്ള പരിപാടികൾ മാത്രമല്ല പ്രാർത്ഥനയും ഇവിടെ നടക്കാറുണ്ട്. അതിലൊരു ഉദാഹരണം പോലെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഫൊറോനപ്പള്ളിയാണ്. അപ്പൊ ഇവിടെ ചെയ്തൊരു കാര്യം, നമ്മൾ നോമ്പുകാല സമയത്ത് എല്ലാ യുവജനങ്ങളെയും കൂട്ടിയിട്ട് ഒരു മെഗാ കുരിശിനോട് നടത്തി. അതിന് മുമ്പായിട്ട് നോമ്പുകാല സമയത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ ആരാധന ചാപ്പലിൽ യുവജനങ്ങൾ വൈകിട്ട് വരും, കുരിശിനോട് പ്രാർത്ഥന ചെല്ലും. ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോഴും യുവജനങ്ങളുടെ എണ്ണം കൂടി വന്ന് അതിനുശേഷം ലാസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്തത് ഇവിടെ മെഗാ കുരിശിന്റെ വഴി പോലെ പള്ളി കോമ്പൗണ്ടിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾ ഒരിക്കലും ഈ അടിച്ചുപൊളി പരിപാടികൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു അട്രാക്റ്റഡ് പരിപാടികൾ മാത്രമല്ല, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് ചെയ്യാറുള്ളത്. പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പൊ യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ കെയർ കിട്ടുന്ന സമയമാണ്. ഇവര് ട്രാക്ക് മാറിപ്പോകുന്നു.
അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയാറുണ്ട്, യുവജനങ്ങൾ വളർന്നാൽ സഭ വളരും. അപ്പം ആ ഒരു കാര്യം എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ ഇനി എന്താകുമെന്ന് അറിയില്ല. കഴിഞ്ഞ പാരീഷിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള അമ്മച്ചിമാർക്ക് വേണ്ടിയുള്ള ഒരു കൂടെ നിന്ന ഒരു അച്ഛനാണ് ഞാൻ. ഇവിടെ ഈ പാരീഷിലായിരിക്കും യുവജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇനി എന്താണെന്ന് അറിയില്ല. നല്ല വിഷൻ യുവജനങ്ങൾക്ക് വേണ്ടിയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ഇനിയും ഇങ്ങനെ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. ഇവരെയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. തമ്പുരാൻ അനുഗ്രഹിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. കുട്ടിക്കാലത്ത് സെമിനാരിൽ പ്രവേശിച്ചപ്പോൾ ശരിക്കും എനിക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ വൈദികനാകോ എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബോധമില്ലാതെ എടുത്ത ഒരു തീരുമാനമായിരുന്നു കുട്ടിക്കാലത്ത്. ആ ഒരു ലൈഫിനോട് ഒരു ഇഷ്ടം തോന്നിയെടുത്ത ഒരു ഡിസിഷനായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് ഒരു കൊച്ചു കാര്യം പറഞ്ഞ് ചുരുക്കനാണ്. ആ സമയത്ത് എൻ്റെ ചേട്ടനെ മേൽപ്പറഞ്ഞ റക്ടർ അച്ഛൻ കണ്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യം, നീയല്ല അച്ഛനാകേണ്ടിരുന്നത്, നിന്റെ ചേട്ടനായിരുന്നു അച്ഛനാകേണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഞാനൊരു അച്ഛനാകുമെന്ന്. പക്ഷെ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ പിന്നിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ, ഏതാനും വർഷങ്ങളായിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞില്ല ഞാൻ അച്ഛനായിട്ട്. പക്ഷെ തിരിച്ചറിയാനാണ് ശരിക്കും ദൈവത്തിന് എല്ലാത്തിൻ്റെ പദ്ധതിയുണ്ട്. ബൈബിളിൽ പറയുന്ന പോലെ നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതാണ്, ഈ ഒരു നല്ല ലൈഫ് എനിക്ക് തന്നതിന്, എന്നെ ചൂസ് ചെയ്തതിന്. ഇങ്ങനെ എത്ര മാത്രം ആൾക്കാരെ, കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, എല്ലാവരും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സംസാരിക്കുമ്പോഴും പിന്നെ ഇത്രയും കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തുമ്പോഴും അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ദൈവത്തിന് വെറും ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യം തിരിച്ചറിയുകയാണ്. ഇനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാം. അതൊക്കെ എൻ്റെ ഹിതമല്ല, ദൈവ ഹിതത്തിനനുസരിച്ച് മുന്നേറട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു.